ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പട്ടാമ്പിയിലാണ്. പട്ടാമ്പിയിലത്തെ കളക്ഷനൊക്കെ ഒന്ന് കാണാം കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ എടുത്തതും കാണിക്കുന്നുണ്ട്. പിന്നെ ഫംഗ്ഷനിൽ മക്കളുടെ ഡ്രസ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഫുള്ളായി കാണുക. പിന്നെ നമ്മളിപ്പോൾ സാധാ ഡ്രസ്സ് എടുക്കണ പോലെയല്ല, ഒരു ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ കുറച്ച് വർക്കുള്ളതും വേണം, എന്നാൽ നല്ല ഹെവി ആവാൻ പാടില്ല. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് നമ്മളിപ്പോൾ ഡ്രസ്സുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിൽ തന്നെ നമ്മൾ ഡ്രസ്സ് എപ്പോഴും നമുക്കങ്ങനെ കിട്ടാറില്ല. നമ്മളിപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി പോയിട്ട് അങ്ങനെ നമുക്ക് പറ്റിയ കടയിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു ഷോപ്പിലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതൊക്കെ കാണുന്നത്. ഈ ഒരു ഷോപ്പിൽ ഈ ഒരു ചുരിദാർ നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ അവിടുന്ന് അടുത്തൊരു ഷോപ്പിലൂടെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു ഷോപ്പിൽ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ മോൾക്കുള്ള ഡ്രസ്സുകളൊക്കെ നോക്കുന്നുണ്ട്. ഈ ഒരു ഫ്രോക്ക് മോഡലിന് 1800 പിന്നെ 1500 അങ്ങനെയൊക്കെ തന്നെ റേറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ പല വെറൈറ്റികളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്നത് ഒരു ടോപ്പ് സെക്ഷനാണ് കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മളങ്ങനെ നോക്കിയില്ല, അവന് വീഡിയോസ് ജസ്റ്റ് ഒന്ന് എടുത്താന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടുത്തെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇതൊക്കെ ഒരു ഫംഗ്ഷനാന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കുറച്ച് ഹെവി ആയിട്ടുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ ആൾക്കും അതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഒരു ഫ്രോക്കും ഷോളും കൂടിയിട്ടുള്ള സെറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു മോഡലിൽ നമ്മളിപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് കേട്ടോ. അപ്പോൾ അതിലാവുമ്പോൾ ഹെവി ആയിട്ട് തോന്നൂല, എന്നാൽ ഒരു സിമ്പിളായിട്ട് തോന്നൂല. അപ്പോൾ ആ ഒരു സെക്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്രീന് പിന്നെ ഫ്ലോറൽ പ്രിൻറ്റിലാണ് വരുന്നത്. ഇപ്പോൾ മുകൾ വശത്തും താഴത്തും ഫ്ലോർ പ്രിൻറ്റ് വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ 1500 ആ റേറ്റൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരുപാട് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് കിട്ടിയത്, അപ്പോൾ അത് വീഡിയോയിൽ എടുത്തിട്ടില്ല തോന്നുന്നു. പിന്നെ ലാസ്റ്റായിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ എനിക്കുള്ള ഒരു ചുരിദാറും കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ചുരിദാർ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏതൊക്കെ കളറാണെങ്കിലും ശരി, ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ഫംഗ്ഷനൊക്കെ ആണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ഇക്കാക്കൊന്നും വലിയ ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ഇതും ഒരു ഭയങ്കരമായിട്ട് തന്നെ സിമ്പിളായിട്ട് തോന്നിയിട്ടാ, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഷോളൊക്കെ ഒരു വെറൈറ്റിയാണ്, പിന്നെ ഇതിൻ്റെ സ്ലീവ് ഒരു വെറൈറ്റിയാണ്. അപ്പം നമ്മൾ ലാസ്റ്റ് എടുത്തത് ഇതാണ് കേട്ടോ. കളർഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ബ്ലൂ ആണ് സെലക്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഒരുവിധം ഈ ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു വലിയൊരു ടാസ്ക്കാണ് കേട്ടോ, ഇയറിങ്സ് സെലക്ട് ചെയ്യൽ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മാല യൂസ് ചെയ്യാതെ ഇയറിങ്സ് മാത്രം അതിലൊന്ന് കുറച്ച് ഹെവി ആക്കി കൊടുക്കലാണല്ലോ. അപ്പം അതിൻ്റെ ഒരു ഫോക്കസിലാണ് കേട്ടോ. ഭയങ്കരമായിട്ട് തന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ഇതൊന്നും പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഇതിനായിട്ടും കുറച്ചുകൂടി ഹെവി ഐറ്റംസ് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇതിന് 550, 650, 700 അങ്ങനെയൊക്കെയുള്ള റേറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വലിച്ചിട്ട് നോക്കി നമുക്കതുകൊണ്ടൊരു നമ്മൾ ഇങ്ങനെ ഇയറിങ്സിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ക്യൂട്ടായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് നമ്മളിപ്പോൾ അവിടുന്ന് റിങ്സൊക്കെ വാങ്ങിച്ചിട്ട് മടങ്ങി നമ്മളിപ്പോൾ വേറൊരു ഷോപ്പിലൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നമ്മൾ നേരെ ചെന്നത് ഇയറിങ്സിൻ്റെ ഏരിയയിൽ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഇത്രയധികം റേറ്റ് ഒന്നും ആയില്ല, 250 രൂപയ്ക്ക് തന്നെ നല്ലൊരു ഐറ്റം കിട്ടി കേട്ടോ. അപ്പോൾ പേള് വെച്ചിട്ടുള്ള ഒരു ജിമിക്കാണ് നമ്മൾ എടുത്തത്. പിന്നെ ലാസ്റ്റ് നമ്മളിപ്പോൾ എല്ലാ ഇയറിങ്സിൻ്റെയും ഡ്രസ്സുകളൊക്കെ വീഡിയോസ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നാത്തൂൻ്റെ മോളെ നിശ്ചയമായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉള്ളായിരുന്ന ഒരു ഫംഗ്ഷൻ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ള ഒരു പർച്ചേസിങ് കാര്യങ്ങളും ഷോപ്പിംഗ് ഒക്കെയാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് വിശന്നു അലഞ്ഞു എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ നമ്മൾ ഫംഗ്ഷനുള്ള ഈ ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിശ്ചയത്തിൻ്റെ കാഴ്ചകളും പിന്നെ ഫോട്ടോസൊക്കെ ഒരുപാട് എടുക്കാമെന്ന് വിചാരിച്ചതിനും കൂടി ഒന്നും നടന്നില്ല കേസ്. അപ്പോൾ നമുക്ക് കിട്ടിയത് വെച്ചിട്ട് ഞാനിതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അധികം ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നാത്തൂൻ്റെ വീടാണ് കേട്ടോ. അത് അവിടെ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ടാറ്റാ.